Yes, good morning. Good morning, sir. Yes, good morning, Srija. നമുക്ക് ആരംഭിച്ചാലോ? Let us start. Yes, let us start. ആരംഭിച്ചാലോ? Okay, നിമിഷ. Yes. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ ടെൻസിലും വരുന്ന വാചകങ്ങൾ ഏതെല്ലാം ടെൻസുകളിലേക്കാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചർച്ച ചെയ്ത് നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് വരെ നമ്മൾ എത്തി. അപ്പോ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നേക്കൂടെ കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. യെസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ടെൻസുകൾ എങ്ങോട്ടൊക്കെയാണ് മാറുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവും, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും, സിമ്പിൾ ഫ്യൂച്ചർ കണ്ടീഷണൽ ഫോം ആവും, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് കണ്ടീഷണൽ ഫോം ആവും, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ അത് എളുപ്പമാണ്, കാരണം ബുദ്ധിമുട്ടില്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ചെയ്താൽ മതി, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ആ വിൽ അല്ലെങ്കിൽ ഷാല് അല്ലെങ്കിൽ ക്യാൻ എന്താണ് വരുന്നത്? അത് കണ്ടീഷണൽ ഫോമിലോട്ട് അയക്കുക മാത്രം, വേറെ ടെൻസ് ഒന്നും മാറ്റാൻ നടക്കണ്ട. അതായത് കണ്ടീഷണൽ ഫോമിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്റെ ആൻസർ കറക്റ്റ് ആയി. അപ്പോ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ എങ്ങോട്ട് മാറ്റിയതാണ്? പ്രസന്റ് കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റിയത്. അപ്പൊ നമുക്ക് ഒന്നോ രണ്ട് എക്സാമ്പിൾ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ ഒരു ചോദ്യം വരികയുള്ളൂ. She said. She said. She said, I will have seen you. I will have seen you. Okay. She said, I will have seen you. I will have seen എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അതെങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട്, വിൽ അല്ലെങ്കിൽ ഷാലില്ല വില്ലുണ്ട്, പിന്നെ എന്തുണ്ട്? ഹാവ് ഉണ്ട്. അപ്പൊ അതെന്ത് പറയാം നമുക്കത്? അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ ആ വില്ല് എന്നുള്ളത് ഒന്ന് ഗുഡാക്കിയാൽ മാത്രം മതി, വേറൊരു മാറ്റവും വേണ്ട. അപ്പോ ഇതെങ്ങനെ വരുന്ന ആർക്കെങ്കിലും ഒന്ന് പറയാമോ? She said that she will എന്നുള്ളത് നോക്കുക, would നോക്കുക. ഓക്കെ ലേനിഷ. She would have seen me. She would have you എന്നുള്ളത് മീന. നേരെ നോക്കിയിട്ടല്ല നമ്മൾ പറയുന്ന ഒരാളോട്, അയാളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നെ നോക്കണം. യു എന്നുള്ളത് മീ. She said that she would have seen me. വെരി സിമ്പിൾ, വെരി സിമ്പിൾ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഞാൻ വേറെ ഒന്നും പറയാം. They said. They said. You will have
will have mistaken us. You will have mistaken us. You will have mistaken us. Okay, Nisha, is that correct? Correct. Is that correct? Okay, Srija, okay, Gauri, correct. Yes. അപ്പൊ ഇത് പറയണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. സിമ്പിൾ ഫ്യൂച്ചറിന്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെയും അതേ മോഡൽ തന്നെയാണ് ഇത് ചെയ്യുക. വില്ല് എന്നുള്ളത് എന്താക്കുന്നു, നമ്മള് മുട്ടുനാക്കുന്നു. അപ്പോ തന്നിരിക്കുന്ന വാചകം ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ അത് എങ്ങനെ മാറ്റുന്നു, കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് അടുത്തൊരു ടെൻഷനെ കുറിച്ചാണ്, വേറൊരു ടെൻഷനെ കുറിച്ചാണ്. യെസ്, അപ്പൊ അതിനെ കുറിച്ച് പറയാം. ഒരു വാചകം നിങ്ങൾ എഴുതിയിട്ട് നമുക്ക് പറയാം. ഷീ സെഡ്. She said. I have been watching the film. She said, I have been watching the film. Okay. അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ ലിൻഷ, ഈ ഐ ഹാവ് ബീൻ വാച്ചിങ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ടെൻസ്? Present perfect continuous. Very good. Present perfect continuous tense. I have been watching എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ നമ്മള് ഇതുവരെ പറഞ്ഞത് ലിൻഷ, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അങ്ങോട്ട് മാറ്റണമെന്നാ പറഞ്ഞ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോം. എന്താണ് കണ്ടീഷണൽ ഫോം? ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടീഷണൽ ഫോം. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. അത് ഞാൻ പഠിപ്പിക്കാതെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അല്ല, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഹാഡ് വെച്ച് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. പ്രസന്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഇന്ന് പറഞ്ഞു ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് മാറും, കണ്ടീഷണൽ ഫോമിലോട്ട് മാറും. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ കൂടെ മാറ്റണമെന്ന് ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും? യെസ്, ഒന്നുകൂടി പറയും. ശരിയാണ് ലിൻഷ. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ ശരി. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കേട്ടോ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് രണ്ട് ടെൻസ് മാറും. അത് ഏതൊക്കെയാണ്? രണ്ട് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറും. പറയാമോ ആർക്കെങ്കിലും? ഒന്നിപ്പോ പറഞ്ഞത്? ഓക്കെ ലിൻഷ, കറക്റ്റ്.
ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് മാറുന്നത്. ഇപ്പൊ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും എങ്ങോട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അങ്ങോട്ടാണ് മാറ്റിയത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ വാച്ചിങ് ദ ഫിലിം. ഷീ സെഡ് ദാറ്റ് she had been watching the film. Okay, get the point? സംശയമുണ്ട്? അടുത്തത് ഓക്കെ, അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. She said you have been living here. You have been living here. You have been living here. Yes, so the what is equal to? You have been living here. Okay, Liksha, it's a good, correct answer. Very good. Correct, Liksha, very good. രണ്ടാമത്തെ ഷീ എന്നുള്ളതിൽ ഒന്നും മാറ്റം പറ്റില്ല. ശ്രീജ, ഓക്കെ 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 യെസ്. അപ്പൊ ഞാൻ ഇതോടുകൂടി ഈ ടെൻസുകളിൽ വരുന്ന മാറ്റം വരുന്ന വാചകങ്ങളുടെ റിപ്പോർട്ട് സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഏതാണ്ട് എല്ലാ ടെൻസുകളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഓരോ ടെൻസുകളിലും വന്നു കഴിയുമ്പോൾ അത് ഏതൊക്കെ ടെൻസുകളിലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മൾ ഏതാണ്ട് എല്ലാത്തിലൂടെയും നമ്മളൊന്ന് കടന്നു പോയിട്ടുണ്ട്. യെസ്, ഇനി ഞാൻ നിങ്ങളോട് രണ്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. And you have to say the answer. Okay, very simple. Yes, ഞാൻ കുറച്ച് മലയാളം വേർഡുകൾ പറയുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡുകൾ പറയും. സിമ്പിൾ, നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇപ്പൊ നിങ്ങളൊരു സംഭവം ഉണ്ടായി, അപ്പൊ നിങ്ങൾ ഒരാളോട് പറയല്ലോ മാപ്പ് പറയൂ എന്ന് പറയാം. മാപ്പ് പറയൂ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പോളജൈസ്. ഓക്കെ, എന്നാലും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട്. ഇത് കറക്റ്റ് ആണ് ലിൻഷ, തെറ്റല്ലേ? ഇത് കുറച്ചുകൂടി ഒരു സിമ്പിൾ ആയിട്ട്. ഓക്കെ ശ്രീജ, ദാറ്റ് ഇസ് വെരി ഗുഡ്. സേ സോറി കേട്ടോ. മാപ്പ് പറയൂ എന്ന് നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ ഓക്കെ ജുസൈല ഇസ് എ കറക്റ്റ് ആൻസർ. സേ സോറി. ഓക്കെ 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 ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത്, നിങ്ങൾ കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിങ്ങളുടെ കുട്ടികളും വേറെ കുട്ടികളും തമ്മിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടികളോട് പറയാണ് ഓട്ടം നിർത്തുക. ഒന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇംഗ്ലീഷിൽ പറയും. എങ്ങനെ പറയും? ഓട്ടം നിർത്തുക എന്ന് കുട്ടികൾ അവർക്ക് പറയലേ.
ഓക്കെ ശ്രീജ പറഞ്ഞിട്ടുണ്ട്, യുസൈല് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ് റണ്ണിങ്. വെരി ഗുഡ്. സ്റ്റോപ്പ് റൺ അല്ല, സ്റ്റോപ്പ് റണ്ണിങ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരിയാണ്. ഇനി നിങ്ങൾ കുറച്ച് ആളുകളുമായിട്ടൊക്കെ ഇടപെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവര് അത്ര സത്യസന്ധരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ അവരിൽ നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോരുമ്പോ അവരോട് ഒരു ഉപദേശ രൂപേണ എന്നാൽ ഒരു താക്കീത് എന്നുള്ള രീതിയിൽ പറയാണ് സത്യസന്ധത പുലർത്തുക. എന്റെ ഇംഗ്ലീഷിലോട് പറഞ്ഞ് സത്യസന്ധത പുലർത്തുക. അങ്ങനെ ശരിയല്ല ശ്രീജ. ബിലീവ് എന്നൊക്കെ വേറെ കുറച്ചുകൂടി മാറ്റി പറയാം. സത്യസന്ധത പുലർത്തുക. ബിലീവ് എന്ന് പറയുമ്പോൾ വിശ്വാസം എന്നുള്ള വാക്കുകൾ. കീപ് ഫെയ്ത്ത്ഫുൾ. അതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ നല്ല വാക്കുണ്ട്. ട്രൂത്ത്ഫുള്ളിനേക്കാളും നല്ല വാക്കുണ്ട്. യെസ്, ആർക്കെങ്കിലും? യെസ്, കീപ് പൊളൈറ്റ്. കീപ് പൊളൈറ്റ് എന്ന് പറയുമ്പോൾ മാന്യമാവുക എന്നർത്ഥമുണ്ട്. മാന്യത. പോലീസ് എന്ന് പറയുന്ന വേർഡിന്റെ ആദ്യത്തെ അക്ഷരം പി ഉദ്ദേശിക്കുന്നത് പൊളൈറ്റ്നെസ് ആണ്. വളരെ മാന്യമായിട്ട് സംസാരിക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. യെസ്, പൊളൈറ്റ്നെസ്. ഓക്കെ, പ്ലീസ് കീപ് ഫെയർ. ഓക്കെ, നമുക്ക് സിമ്പിളായി ഞാൻ കൂടുതൽ എച്ചിൽ തുടങ്ങുന്ന ഒരു വാക്കുണ്ടല്ലോ. ഓക്കെ ശ്രീജ. ഹോണസ്റ്റി എന്നുള്ളത് നമുക്ക് വേറൊരു വാക്ക് പറയാം. അതിന്റെ ഹോണസ്റ്റ്. ബി ഹോണസ്റ്റ്. വെരി ഗുഡ്. ബി ഓണസ്റ്റ്. ബി മീൻസ് ആയിരിക്കുക. ബി ഓണസ്റ്റ്. സത്യസന്ധരായിരിക്കുക അല്ലെങ്കിൽ സത്യസന്ധത പുലർത്തുക. ഓക്കെ, ബി ഓണസ്റ്റ്. ബി ഓണസ്റ്റ്. ഓക്കെ. ഇനി നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞു. 10 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. കൃത്യം 10 മണിക്ക് നിങ്ങൾ അവിടെ എത്തി. പക്ഷെ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ ആള് വന്നിട്ടില്ല. അയാള് ഒരു 11 മണിയായപ്പോ ആടിപ്പാടി വരുന്നതാണ് കാണുന്നത്. അപ്പൊ അയാളോട് നിങ്ങൾ പറയുകയാണ് കൃത്യസമയത്ത് എത്തുക. ഇനിയും പല കാര്യങ്ങളൊക്കെ അയാൾ വിളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാണ് കൃത്യസമയത്ത് എത്തുക. ബി പങ്ക്ച്വൽ. ഓക്കെ, കൃത്യത പാലിക്കുക. തെറ്റല്ല. ഇനി ബി പങ്ക്ച്വൽ നിരീക്ഷ പറഞ്ഞിട്ടുണ്ട്, ശ്രീജ പറഞ്ഞിട്ടുണ്ട്. യെസ്. ഇനി അയാൾക്ക് ഈ പങ്ക്ച്വൽ എന്ന് പറയുന്ന വേടൊക്കെ അറിയാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ കുറച്ചുകൂടി ലളിതമായിട്ടൊന്ന് പറഞ്ഞു. ബി പങ്ക്ച്വൽ എന്നുള്ളത് കുറച്ചുകൂടി ലളിതമായിട്ട് വേറെ വേട് പറഞ്ഞ ആർക്കെങ്കിലും? ബി ഓൺ ഷാർപ്പ് ടൈം. ബി ഓൺ ഷാർപ്പ്. കുഴപ്പമില്ല. അപ്പൊ ഒന്നുകൂടി ക്രോഡീകരിക്കുക. ഓക്കെ, ഇനി വരും ബി ഓൺ ടൈം. ബി ഓൺ ടൈം. ഓൺ ടൈം. ഓൺ ടൈം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈം നടത്തും. ഓൺ ടൈം. നിങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആള് 10 മണിക്ക് വരാമെന്നാ പറഞ്ഞത്. 9:58 അയാളെ കാണുന്നില്ല. 9:59 അയാളെ കാണുന്നില്ല. 10 മണിയായി. ഇതാ അയാൾ വരുന്നു. അപ്പൊ നിങ്ങൾ അയാളോട് പറയും, ഓൺ ടൈം ആണല്ലോ എന്ന് പറയും. കറക്റ്റ്. ഓൺ ടൈം മീൻസ് കറക്റ്റ് ടൈം ആണ്. ഓൺ ടൈം. ബട്ട് ബി ഓൺ ടൈം. ഓക്കെ, ഇനി വെരി ഗുഡ്. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ. നിങ്ങൾ ഇതുപോലെ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അങ്ങനെ കുറച്ച് കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവളോട് പറയാണ് മര്യാദ പാലിക്കുക എന്ന് പറയണം. ഓക്കെ, അത് ആ സന്ദർഭത്തിൽ ഇംഗ്ലീഷിലാണ് പറയുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞ് മര്യാദ പാലിക്കുക.
യെസ്. നേരത്തെ പറഞ്ഞിരുന്നവരാണ് ഈ വാക്ക്. മര്യാദക്കാരനായിരിക്കുക, മര്യാദ പാലിക്കുക എന്നുള്ളവരിപ്പോ ഒരു പറയാവുന്ന ഒരു വാക്ക്. സത്യസന്ധത പുലർത്തുക എന്ന് പറഞ്ഞപ്പോ നമ്മൾ ബി ഓണസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ മര്യാദ പുലർത്തുക എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പറയാം. പറഞ്ഞോളൂ. ബി കോർട്ടിയസ്. ബി കോർട്ടിയസ്. ഓക്കെ, കോർട്ടിയസ് ഇത്തിരി സ്ട്രോങ് വേർഡാണ്. കോർട്ടിയസ് ഒന്ന് മാറ്റി എന്നിട്ട് വേറെ വാക്ക്. തെറ്റല്ല ഞാൻ പറഞ്ഞത്, ലിനി പറഞ്ഞത് കുറച്ചുകൂടി സിമ്പിളായ നമ്മൾ കേൾക്കുന്ന ആൾക്ക് അത്രയും അങ്ങോട്ട് കോർട്ടിയസ് ഒക്കെ ചിലപ്പോൾ പിടികിട്ടൂല. പുള്ളി വിചാരിക്കുമ്പോ എന്തോ നല്ല ചീത്ത പറഞ്ഞാൽ വിചാരിച്ചാലോ. അപ്പൊ പുള്ളിക്ക് ഇത്തിരി സ്റ്റാൻഡേർഡ് കുറവാണ്. അപ്പൊ നമുക്ക് പുള്ളിക്ക് മനസ്സിലാവുന്ന സൈസ് കുറച്ചുകൂടി ഒന്ന് ലളിതമാക്കി പറഞ്ഞു. യെസ്, പിയിൽ തുടങ്ങുന്ന ഒരു വാക്കുണ്ടല്ലോ. ബി പൊളൈറ്റ്. മാന്യമായിട്ടിരിക്കുക. ബി പൊളൈറ്റ്. പൊളൈറ്റ് മാന്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മര്യാദ പാലിക്കും. ബി പൊളൈറ്റ്. ഓക്കെ, യെസ്. ഓക്കെ 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 ശ്രീജ. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് എപ്പോഴും പറയാം, കാരണം നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ്. ക്ലാസ് മുറികളിലും അല്ലാതെയും ടീച്ചർമാരുടെ അടുത്ത് കേട്ടിട്ടുള്ള വാക്കുകളാണ്. മിണ്ടാതിരിക്കുക. Keep quiet. Silence play. Keep quiet. Silence Keep please. silence. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാനിവിടെ വേറൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഇപ്പൊ നമ്മളിപ്പോ അധ്യാപികമാരെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ്. ലിൻഷ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 40 കുട്ടികളുണ്ട്. അപ്പൊ ലിൻഷ പഠിപ്പിക്കുന്നു, കുട്ടികള് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് ലിൻഷ 1-2 പ്രാവശ്യം പറഞ്ഞു. പക്ഷെ കുട്ടികളുടെ പക്ഷത്തുനിന്ന് ഒച്ചയില്ല. കയ്യിലിരിക്കുന്ന ചൂരലെടുത്ത് ആ മേശയിൽ 2 പ്രാവശ്യം അടിച്ചു. എന്നിട്ടും പറഞ്ഞു കീപ് സൈലൻസ്. എന്നിട്ടും കുട്ടികളും മിണ്ടാതിരിക്കുന്നില്ല, മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇനിയാണ് ചോദ്യം. ഇനി അവരുടെ സംസാരം നിർത്താൻ ലിൻഷയുടെ കയ്യിലുള്ള അടുത്ത ടെക്നിക്ക് എന്താണ്? ഷട്ട് അപ്പ്. കീപ് ക്വയറ്റ്. പോലീസ് സ്റ്റേഷൻ പോലെയാണ്. യെസ്. ലിൻഷ ആണെങ്കിൽ എന്ത് പറയും? ഹലോ ലിൻഷ. Yes, sir. പറയൂ, ആലോചിക്കണ. യെസ്. കുട്ടികൾ ഇപ്പോഴൊന്നും മറുപടി നിർത്തുന്നില്ല, അല്ല സംസാരം നിർത്തുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡസ്റ്റർ ഇട്ടടിച്ചു. കയ്യിലിരിക്കുന്ന ഡസ്റ്റർ ഒരുത്തന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവന് ആ ഡസ്റ്റർ കയ്യിൽ പിടിച്ചുകൊണ്ട് വർത്താനം പറയുന്നത്. ചോക്ക് ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. അവള് ചോക്ക് എടുത്തുകൊണ്ട് അവളും വർത്താനം പറയുന്നു. ഇവരുടെ സംസാരം നിർത്തിയിട്ട് വേണം ലിൻഷയ്ക്ക് പഠിപ്പിക്കൽ കണ്ടിന്യൂ ചെയ്യാൻ. പഠിപ്പിച്ചുകൊണ്ടിരിക്കപ്പെടും ലിൻഷ, പക്ഷെ ഇവര് സംസാരമുണ്ടോ? പാട്ടില്ല. മിണ്ടാതിരി പിള്ളേരെ. ഷട്ട് അപ്പ് യുവർ മൗത്ത്. അല്ലേ? യെസ്. എന്ത് വേണമെങ്കിലും പറയാം. പറയാന്നുള്ളതല്ല, എന്ത് എല്ലാത്തിനെയും പരീക്ഷയ്ക്ക് തോപ്പിക്കുമെന്ന് പറയാം, അതേ ലക്ഷ്യമുള്ളൂ. എന്തോ എല്ലാത്തിനെയും പരീക്ഷയ്ക്ക് തോപ്പിക്കുമെന്ന് പറയാം, അതേ ലക്ഷ്യമുള്ളൂ. ഇപ്പൊ തല്ലിയാൽ പോലും പീഡന കാര്യങ്ങളാ. അപ്പൊ ലീത പറയുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. മിണ്ടാതിരുന്നില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോപ്പിച്ചാലെന്ന് പറയാം. അസൈൻമെന്റിന്റെ മാർക്കൊക്കെ ഞാൻ അങ്ങോട്ട് കുറക്കും. മിണ്ടാതിരിയുടെ എന്താണ് പറയണത്? അല്ലെങ്കിൽ ഞാനങ്ങാട് ഒരു പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്ക് എറിയും. ഈ രീതിയിലാണ് ലീത പറയണത്. ഓക്കെ, യെസ്. എന്തായാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറെ ഏതെങ്കിലും ടെക്നിക്ക് ഈ BEd ചെല്ലുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഡെസ്കും അല്ല ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാം മടക്കി വെച്ചിട്ട് നിങ്ങൾ ആ കസേരയിൽ ഒന്നും മിണ്ടാതിരിക്കുന്നു. നിങ്ങൾ കീപ്പിംഗ് ദ സൈലൻസ്. ടീച്ചർ മിണ്ടാണ്ടാവുമ്പോ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? പല ഒച്ചയുടെ കൂട്ടത്തിൽ ടീച്ചറിന്റെ ഒച്ചയാണ്.
ടീച്ചർ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പൊ ഒരു നിമിഷ നേരത്തേക്ക് കുട്ടികളൊന്നും നിശബ്ദരാകും. അതാണ് ചില ടിപ്പുകളാണ് അതൊക്കെ. ഒരൊറ്റ സെക്കൻഡ് മതി ചില കാര്യങ്ങൾ നമ്മൾ പറയണ്ട, ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് മനസ്സിലാവും. ആ നോട്ടത്തിൽ ഇങ്ങനെ കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ? യെസ്. ഓക്കെ ശ്രീജ, വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക? യെസ്. ഓക്കെ, അപ്പൊ അതൊരു ടെക്നിക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു സംസാരിക്കാതിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഗൗരി ഏതെങ്കിലും ഒരു നല്ല കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ റെഡിയാക്കി ഓരോന്നോരത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ കുട്ടി വന്നത് നോക്കി നിന്ന് കഴിഞ്ഞപ്പോ ഗൗരി പറയുന്നു, എടുത്തോളൂ എന്ന് പറയുന്നു. അവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി അവനത് ഇഷ്ടമുണ്ട് എന്ന്. അപ്പൊ പറയുന്നു, എടുത്തോളൂ. യെസ്, പറഞ്ഞോളൂ. ഞാൻ ഗൗരിന്ന് വെറുതെ പറഞ്ഞതല്ല, ആർക്കെങ്കിലും പറയാം. ശ്രീജ പറഞ്ഞു ടേക്ക് ഇറ്റ്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും? യെസ്, ഓക്കെ, അത് തന്നെയാണ് എന്റെ പേര്. ഞാൻ ശ്രീജ പറഞ്ഞത് കറക്റ്റ് ആണ്. ടേക്ക് ഇറ്റ് കേട്ടോ, എടുത്തോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. ഇനി ടേസ്റ്റ് ഇറ്റ്. ടേക്ക് ഇറ്റ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. എടുത്തോളൂ ആൻഡ് കഴിച്ചു നോക്കിക്കോളൂ എന്നാണ് ശ്രീജ പറയുന്നത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഓടിപ്പോടാൻ കണ്ടു കഴിഞ്ഞപ്പോ കുട്ടികളോട് പറയണം, എന്റെ കൈ പിടിക്കൂ. ഓടണ്ട, എന്റെ കൈ പിടിക്കൂ. Hold my hands. ഹോൾഡ് മൈ ഹാൻഡ്സ്. അപ്പൊ ഹാൻഡ്സ് വേണം, ഹാൻഡ് ആയിരിക്കും കേട്ടോ. ഒരു കൈ, രണ്ട് കൈയിൽ പിടിക്കുക, ഒറ്റ കൈ ആയിരിക്കും. അപ്പൊ ഹോൾഡ് മൈ ഹാൻഡ്. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ കൈ പിടിക്കൂ എന്നുള്ളത് ഇനി പറയുമ്പോൾ എന്ത് പറയും? ഹോൾഡ് മൈ ഹാൻഡ്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ പറയുക. അപ്പൊ അവനത് മനസ്സിലാവും, പലർക്കും കൈക്ക് പിടിക്കാനാണ് പറയുന്നത്. ഹോൾഡ് മൈ ഹാൻഡ്. അറിയാണ്ട വാക്കുകൾ നമ്മുടെ പിള്ളേരെ പിടിച്ചു പോകണം. ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, ഓക്കെ, യെസ്. നെക്സ്റ്റ്, അടുത്ത വാചകം പറയുന്നത്, നിങ്ങളിങ്ങനെ കുറച്ചു പേര് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, പക്ഷെ പരിപാടി നടന്നില്ല. അപ്പോ വന്ന കാര്യം നടക്കാണ്ട് നിങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നൊക്കെയാണ്. അപ്പോ ഒരാള് ചോദിക്കേണ്ടത്, വീണ്ടും എന്ത്, വീണ്ടും എന്ത്, ഇനി എന്ത് എന്നുള്ള മട്ടിൽ ചോദിക്കുന്നു. എങ്ങനെ ചോദിക്കുന്നു? വാട്ട് നെക്സ്റ്റ്. വാട്ട് നെക്സ്റ്റ്, കുഴപ്പമില്ല, ശരിയാണ്. വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കാം, വാട്ട് അഗെയിൻ എന്ന് ചോദിക്കാം. ഓക്കെ, ഓക്കെ, അടുത്തത് എന്ത്, വീണ്ടും എന്ത്. ഓക്കെ, 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 ഓക്കെ ശ്രീജ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി നിങ്ങൾ ഒരു ഹോട്ടലിൽ ചെന്നു, മുറി എടുത്തു, താക്കോല് വാങ്ങി, ഈ മുറി എവിടെയെന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോ ആ ഹോട്ടലിന്റെ മാനേജർ പറയുന്നത്, മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത്. ആ ഹോട്ടലിന്റെ മാനേജർ നിങ്ങളാണെന്ന് വിചാരിക്കും. എങ്ങനെ പറയും? മുകളിലേക്ക് പോവുക എന്നുള്ളത്. Go upstairs. Go upstairs is the correct answer. Very good, very good. Go upstairs. Upstairs. Go up എന്ന് പറയുന്നത് upstairs കേട്ടോ. Go up. Okay, 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 okay. Yes. ഇനിയും ഞാൻ നിങ്ങളെ അധ്യാപികമാരാക്കിയാണ്. ക്ലാസ് മുറിയിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കളിക്കുകയാണ്. പ്രകൃതിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവണമെന്ന് അറിയാം. എപ്പോഴാണ്? വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോൾ. വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോൾ. എന്തിനിരിക്കുമ്പോ? ക്ലാസ്സിലിരിക്കുമ്പോൾ. ക്ലാസ്സിലിരിക്കുമ്പോൾ ശരി. അതിനേക്കാൾ കൂടുതൽ പരീക്ഷയൊക്കെ എഴുതാൻ ട്രാവലിംഗ്. ട്രാവലിംഗ്, അതൊക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ ആശ്രയിച്ചു പോകും. ഇതല്ല, പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നു.
ആ സമയത്ത് നമ്മൾ ജനലിന്റെ അരികത്താണ് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് കാണുന്ന എല്ലാത്തിനും നല്ല ഭംഗിയായിരിക്കും, കാരണം നമ്മൾ മര്യാദക്ക് പിടിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്ത് കാണുന്ന ഓരോ ഐറ്റംസിനും നല്ല ഭംഗിയായിരിക്കും. പ്രകൃതിക്ക് ഇത്രമാത്രം ഭംഗിയുണ്ടോ എന്ന് നമ്മൾ അപ്പോഴാണ് അതിലേക്കൂടി പോകുന്ന ഒരു ഓന്തിനെ വരെ നമുക്ക് ഭംഗി കാണാം. കാരണം ഇതിന് നമ്മൾ ഓന്തിനെ കണ്ടിട്ടുണ്ട്, പുലിച്ചാടിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കാണുമ്പോൾ എല്ലാത്തിനും ഒരു ഭംഗിയും പ്രത്യേകത തോന്നും. യെസ്, കാരണം ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോ ഇന്ന് നമ്മുടെ മക്കൾക്ക് എങ്ങനെ എന്തെങ്കിലും കുസൃതിയൊക്കെ കാണിക്കുമ്പോ നിങ്ങൾ അതും കൂടി ആലോചിച്ചതിന് ശേഷം അവരെ പിടങ്ങാവും. യെസ് എന്ന് വിചാരിച്ചിട്ട് അമ്മയും ഇങ്ങനെ കാണിച്ചൊക്കെ പറയണ്ട. അപ്പൊ പിന്നെ അവരത് എഴുതരോ, അത് വേണ്ട, മനസ്സിലാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുട്ടികളെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയുകയാണ് ഇവിടെ നോക്കൂ. യെസ്, ഇംഗ്ലീഷ് പറയും. Listen here. ലിസൺ ഹിയർ. ഓക്കെ, അടുത്തത് ലുക്ക് ഹിയർ. ഓക്കെ, ലിസൺ ഹിയർ ഇവിടെ ശ്രദ്ധിക്കുന്നതായി, കുഴപ്പമില്ല, തെറ്റൊന്നുമല്ല. ലിസൺ ഹിയർ, ലുക്ക് ഹിയർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, അതായത് ഇതേപോലെ നമ്മൾ കുറച്ചു പേരൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഒരാൾ മാത്രം അല്പം വശപ്പിശകായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. അയാളുടെ സംസാരവും രീതിയും സുഹൃത്തുക്കളോട് കാണിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് പറയുക, അല്ലെങ്കിൽ അയാളോട് പറയാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. ഇംഗ്ലീഷിൽ പറഞ്ഞു. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. Yes. Behave neatly. Behave neatly. Okay. കുഴപ്പമില്ല. Behave with a good manner, Linsha. Use good behavior to your friends. Jusaila. Yes. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട്, വെരി സിമ്പിൾ. ഒന്ന് ലളിതവൽക്കരിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ചില ആളുകളെയൊക്കെ ഉണ്ടെങ്കിൽ പറയൂ നൈസ് ഫെലോ എന്ന് പറയില്ലേ. ഓ വെരി നൈസ്. നൈസ് വെച്ചോ പറഞ്ഞ് അത് നല്ല നൈസ് ഫെലോ ഉണ്ട്, അത് പറയില്ലേ. നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്ന ആളാണ്, വെരി നൈസ്. അപ്പൊ ആള് നല്ല നൈസ് മനുഷ്യനാണെന്നൊക്കെ പറയാറില്ലേ. യെസ്, ഓക്കെ. നൈസിലൂടെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച്. യെസ്, നൈസിലൂടെ കടന്നു പോകുമ്പോൾ ഗൗരി എഴുതിയിട്ടുണ്ട്, ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ഗൗരി വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് കേട്ടോ. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ, മറ്റേ നേരത്തെ പറഞ്ഞത് തെറ്റല്ല, കുറച്ചുകൂടി കണ്ടുകെട്ടിയുള്ള വാക്കെന്ന് മാത്രമേ ബിഹേവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്തിരി കൂടി സ്ട്രോങ് ആയ വാക്കാണ് പറഞ്ഞത്. ഇതിപ്പോ കുറച്ചുകൂടി സിമ്പിൾ ആയ വാചകം, ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. Be nice to your friends. Okay. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 15 വാക്കുകൾ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. നമ്മള് ഈ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് പറഞ്ഞില്ലേ, നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചില്ലേ നമ്മളോട്, ചോദിച്ചതാണ് അല്ലേ ജിൻഷ?
ഓക്കെ ഓക്കെ ഓക്കെ. ഇ എന്ന് പറയുന്ന അക്ഷരത്തിൽ ഒന്നാണ്. ഓക്കെ 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 ഓക്കെ. ഇ എന്ന് പറയുക. യെസ്. എസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ വന്നില്ലേ? എസ്. എസ്. ആ എസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ അല്ലേ? അതും വന്നതാണ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, എസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ വന്നതാണ്. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ഈസ് ഇ എം. ഇ എം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ലെറ്റർ ഇ, രണ്ടാമത്തെ ലെറ്റർ എം. അപ്പോ നിങ്ങൾ ആൻസർ ഇയിൽ വെച്ച് പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ അക്ഷരം എന്തായിട്ട് വരും? എം ആയിട്ട് വന്നോളൂ കേട്ടോ. ഇയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അത് രണ്ടാമത്തെ അക്ഷരം എമ്മിലേക്ക് വരും. കാരണം ആൻസർ വരുമ്പോൾ അങ്ങനെ തന്നെ വരുള്ളൂ. ഇ. യെസ്. ഓക്കെ. I am going to ask you very simple questions. Very simple question. ചോദ്യം ഇതാണ്. A man who rules empire. A man who rules empire. A man who rules empire. EMPIR. ലിൻഷ കറക്റ്റ് ആൻസർ ആണ്. ലിൻഷ എംപറർ. സ്പെല്ലിംഗ് ചെറിയ വ്യത്യാസം ഉണ്ടതേ ഉള്ളൂ, അത് കുഴപ്പമില്ല. എന്നാലും ലിൻഷ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആ ഓക്കെ. എംപതി, എംപറർ. ഓക്കെ 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 ഓക്കെ. ശ്രീജ എംപറർ. എംപറർ. ഓക്കെ ഓക്കെ. എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യം. സാമ്രാജ്യം ഭരിക്കുന്ന ഒരാള്, അതാണ് എംപറർ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വാട്ട് ഈസ് ഈ രാജാവും എംപററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കിങ് എന്ന് പറഞ്ഞാൽ പോലെ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? സർ, രാജാവ് എന്ന് പറഞ്ഞാല് പ്രജകളുടെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഭരിക്കുന്ന ഒരാളാണ്. എംപറർ എന്ന് പറഞ്ഞാല് അവര് തന്നെ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീജ അഭിപ്രായം ശ്രീജ പറഞ്ഞു. യെസ്. അടുത്തത് വേറെ ആർക്കെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം? യെസ്. ഓക്കെ. എംപർ എന്ന് പറയുമ്പോൾ ചക്രവർത്തി എന്നുള്ള അർത്ഥമാണ്. മറ്റേ രാജാവ്. രാജാക്കന്മാരുടെ രാജാവ്. പല രാജാക്കന്മാരും വലിയ ശക്തിയുള്ള രാജാവിന് കീഴടങ്ങി ഭരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള കുറച്ചുകൂടി കൂടുതൽ അധികാരമുള്ള അവരെയാണ് നമ്മൾ എംപറർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A box with nothing inside. A box. Linsha, your answer is correct. ജുസൈൽ ആദ്യം എഴുതുകയും ചെയ്തു, ലിനി ആദ്യം പറയുകയും ചെയ്തു. രണ്ടുപേരും ഞാൻ പരിഗണിക്കുകയാണ്. ലിനിക്കുണ്ട്, അതുപോലെ ജുസൈലക്കും ഞാൻ പരിഗണിക്കണം. കാരണം എഴുതി വരുമ്പോൾ കുറച്ച് സമയം പോകുന്നു ടൈപ്പ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. A box with nothing inside. അറിയാം, അതിനെ പറയുന്നത് empty. Next. Something serious. Something serious. Emergency. To act immediately. എന്തോ ലിൻഷ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യം മുഴുവിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല. അതിനു മുമ്പ് പറഞ്ഞു. അപ്പൊ ജുസൈലേക്ക് ഞാൻ ഒരു പോയിന്റ് തരാം. കാരണം എഴുതിയത് ഒരാൾ എഴുതി വരുമ്പോ കുറച്ച് സമയം പോകുമല്ലോ. നമുക്കറിയാം എമർജൻസി, സംതിങ് സീരിയസ് ആൻഡ് ടു ആക്ട് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് ആക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് പറയാം ഒരു എമർജൻസി അത്യാവശ്യമെന്ന് പറയും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിംബൽ
that represents something. Yes. Emblem. Emblem. Yes. It is a very good answer and a correct answer. Lini, emblem. Emblem എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു സിംബലാണ്. അതിനോടൊപ്പം തന്നെ that represents something. അത് നമ്മൾ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. വിദ്യാഭ്യാസ സ്ഥാപനം വേണമെങ്കിൽ നിലവിളക്കോ അല്ലെങ്കിൽ പുസ്തകത്തിന്റെയോ ഓം എന്ന് പറയുന്ന അക്ഷരമോ അങ്ങനെ എന്തെങ്കിലും അതാണ് എംബ്ലങ്ങൾ. സീലിൽ അതുണ്ടാവും എപ്പോഴും എംബ്ലം. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ്, വെരി ഗുഡ് ലിനി, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലാർജ് Australian bird, a large Australian bird similar to an ostrich. Similar to an ostrich. Emu. Yes. Linsha, your answer is correct. Emu. It's a correct answer. Okay, okay, okay. മൂന്ന് മെഡിക്കലുണ്ട് എല്ലാവരും. ഒരാളും കൂടി എന്ന് പറഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എഴുതാനായിട്ടുള്ള സമയം കുറച്ച് കൊടുത്തതിന്റെ പേരിൽ ഒന്നിന്റെ പേരിൽ ഞാൻ അത് കൂടി പെടുത്തുന്നുണ്ട്. അപ്പൊ ശ്രീജക്കും കൂടി ലിൻഷക്കും കൂടി അപ്പോയിന്റ് ചെയ്യാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, യുവർ ആൻസർ ഈസ് റൈറ്റ്. ദ ലാർജ് ഓസ്ട്രേലിയൻ ബേർഡ് സിമിലർ ടു ദാറ്റ് similar to an ostrich is emu. Okay. Next question. The title of TITL, the title of Muslim ruler. 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 ആരും പറയാത്തോണ്ട് ഞാൻ ക്ലൂ കൂടെയാണ്. അറബ് രാജ്യത്തു നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇന്ത്യയിലോ ഒക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ പേരൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ വാക്ക് കയറി വരും. എമിറേറ്റ്സ് ആണോ? എമിറേറ്റ്സ് ആണ്, പക്ഷെ അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അമീർ എന്ന് പറയും. അപ്പോ എമിർ, എമിറേറ്റ്സ് എന്നുള്ളതിന്റെ അതിൽ തന്നെയാണ് എമിർ, EMIR. ഓക്കെ, ലിനി കറക്റ്റ് ആൻസർ. അപ്പൊ ലിനി വേറെ ആരും അതിനെ കുറിച്ച് പറയാതിരുന്നത് കൊണ്ട് കുറച്ചും കൂടി ഉത്തരത്തോടെ രീതിയെ കൂടി പോയത് ലിനി ആയതുകൊണ്ട് ലിനിയെ ഫുള്ളായിട്ട് നമ്മൾ വെക്കുകയാണ്. EMIR, എമിർ, എമിറേറ്റ്സ് എന്ന് പറയുന്ന അതേ വാക്കുകൾ തന്നെ. എമിറേറ്റ്സ് ഓഫ് കുവൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇതേപോലുള്ള വിദേശികൾ വരുമ്പോ അമീർ എന്ന് പറയും. അമീർ, മലയാളത്തിൽ പറയുമ്പോ അമീർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A woman who rules the empire. A woman who rules an empire. A woman who rules an empire. Okay, Srija is the correct answer. Empress. Okay, 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 okay. അപ്പൊ ലക്ഷ്യം വന്നിട്ടുണ്ട്, ശ്രീജയം വന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. എംപ്രസ്, എംപറർ എന്നുള്ളതിന്റെ ഫെമിനിൻ ആണ് എംപ്രസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, 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 ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്കെ, ഓക്കെ. അടുത്തത്, എ ഗ്രീൻ സ്റ്റോൺ, STONE, എ ഗ്രീൻ. Emerald. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അത് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആളുകളുടെയൊക്കെ കയ്യിൽ കാണുന്ന മോതിരത്തിലെ കല്ലുകളില്ലേ, അത് ജന്മനക്ഷത്രം വെച്ച് റെഡിയാക്കുമ്പോൾ വരുന്ന ഒരെണ്ണമാണ് ഇത്, എംറാൾഡ്. EMRALD. അപ്പോ കറക്റ്റ് ആൻസർ. ലിൻഷ, യു ആർ ഇന്റലിജന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്. To pay, pay, to pay someone to work for you.
to pay someone to work for you. To pay someone to work for you. എംപ്ലോയി. ഓക്കെ ലിൻഷയും പറഞ്ഞിട്ടുണ്ട്, ശ്രീജയും പറഞ്ഞിട്ടുണ്ട് എംപ്ലോയി. ഓക്കെ ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. വേറെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീജയായിട്ട് ആദ്യം വന്നുകൊണ്ട് ശ്രീജയെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ അത് നോക്കി. ടു പേ സമ്മൺ, ആർക്കെങ്കിലും പൈസ കൊടുക്കുക. ടു വർക്ക് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കുക. അപ്പൊ അവര് നിങ്ങളുടെ ആരായി? തൊഴിലാളിയായില്ലേ? അപ്പൊ എംപ്ലോയി. കറക്റ്റ് ആൻസർ. ഓക്കെ എംപ്ലോയി. EMPLOYEE കേട്ടോ, എംപ്ലോയി. എംപ്ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ കൊടുക്കുന്നതാണ്. എംപ്ലോയി എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യുന്നതാണ്. യെസ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. To express principles or ideas in a visible form. To express principles or ideas. Emotions. അല്ല, ഇമോഷൻ വികാര പ്രകടനമാണ്. ഓക്കെ ഒന്നുകൂടി കുറച്ചുകൂടി. To express principles and ideas in a visible form. ഉത്തരം വരത്തെ കൂടെ പോയിട്ടുണ്ട്. ആരും കറക്റ്റ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിട്ടും. emphasizes ശ്രീജ, ഇതിൽ വ്യത്യാസമുണ്ട് ശ്രീജ. യെസ്. ഓക്കെ ആർക്കെങ്കിലും? അപ്പൊ വേറെ ആരും ഉത്തരം പറയാത്തത് കൊണ്ട് ഞാൻ ആ പോയിന്റ് ശ്രീജയ്ക്ക് തന്നെ ലിനിക്കന്നെ കൊടുക്കും. ലിനിക്കന്നെ കൊടുക്കും. യെസ്. അപ്പോ ടു എക്സ്പ്രസ് പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയാസ് ഇൻ എ വിസിബിൾ ഫോം, ദാറ്റ് ഈസ് കോൾഡ് എംബോഡി. EMBODY. എംബോഡി. ഓക്കെ. അപ്പോ ആ ഇമോഷൻസ് എന്ന് പറയുന്ന ആ EM അവിടെ വന്നതുകൊണ്ട് നമ്മള് നിങ്ങളുടെ അടുത്ത് റെഡിയാക്കി വെച്ചു. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ചോദ്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ജുസൈലിക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പേടിക്കണ്ട. വേറെയും പറഞ്ഞ ഉത്തരം ജുസൈല പറഞ്ഞതാണ്. പക്ഷെ രണ്ടാമതും മൂന്നാമതും ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉത്തരം അറിയാൻ പാടില്ല എന്നുള്ളതല്ല, അറിയാൻ വേണ്ടി പറഞ്ഞപ്പോ ടൈപ്പ് ചെയ്ത് പറയാനുള്ള വേഗത കുറവുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. നോ പ്രോബ്ലം. ശ്രീജക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീജയും നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചില ഉത്തരങ്ങൾ രണ്ടാമതും മൂന്നാമതൊക്കെ വന്നു എന്നുള്ളത് മാത്രമാണ്. യെസ്. ലിനിക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ലിനിയും മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ലിൻഷ ആദ്യം ചോദിച്ച പല ചോദ്യങ്ങളുടെയും ഉത്തരം ലിൻഷയാണ് ആദ്യം പറഞ്ഞത്. വെരി ഗുഡ്. അപ്പൊ ലിൻഷക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ് യു ഹാവ് ഗോട്ട്. അപ്പൊ കൂടുതൽ കിട്ടിയവർക്കും കുറവ് കിട്ടിയവർക്കും ഒന്നും കിട്ടാതിരുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. യെസ്. ഓക്കെ ഇനിയപ്പോ നമുക്ക് ഇനി ഒരു 7 മിനിറ്റ് കൂടി ഉള്ളു. അപ്പൊ ഞാൻ പുതിയൊരു വിഷയത്തിലോട്ട് പോകുന്നില്ല. പോകാതെ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ കുറിച്ച് 2 വാക്ക്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചതോ അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ആരും അത് വിഷയം പറയുന്നില്ല എങ്കിൽ ഞാൻ വിഷയം എടുത്തത്
അപ്പൊ നമ്മളിപ്പോ ഞാൻ വിഷയം എടുത്തിടയില് ഇതിന് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിഷയം എടുത്തിടയാണ്. അപ്പൊ ധൈര്യം കൊടുത്ത് ശ്രീജയൊക്കെ ആയതുകൊണ്ട് ശ്രീജനെ തന്നെ വിളിക്കുന്നു. ശ്രീജ, ഓക്കെ, ശ്രീജനോടാണ് ചോദ്യം ഞാൻ ശ്രീജനോടാണ് ചോദിക്കുന്നതെങ്കിലും ശ്രീജ കഴിയുമ്പോ ലിനിയും ലിൻഷയും ആരതി ഗൗരിയും യുസൈലിയും ജയലക്ഷ്മിയൊക്കെ പറയണം. അപ്പൊ ആദ്യം ഞാൻ ശ്രീജയോട് ചോദിക്കുന്നു എന്ന് മാത്രമാണ്. ചോദ്യം ഇതാണ്, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് 2024 പ്രശ്നങ്ങൾക്ക് അവസാനിക്കുകയാണ്. ഓൾ ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു 2024 കം ടു എൻഡ്, അവസാനിക്കുകയാണ്. പിന്നെ 2025 പ്രോബ്ലംസ് ആണ് നമ്മൾ കാണുന്നത്. യെസ്, 2025 വരുമ്പോൾ ശ്രീജ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. 2025 മുതൽ യെസ് അല്ല, തീരുമാനിച്ചു വെച്ചേക്കാണ്. യെസ്, അപ്പൊ അതില് പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ശ്രീജ? വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025? 2025നെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾ എന്താണ്? വാട്ട് ആർ ദ ഡിസിഷൻസ് ദാറ്റ് യു ഹാവ് ടേക്കൺ to be implemented in 2025? 2025 നടപ്പിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. യെസ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കുക, ഈ 2025 വരുമ്പോൾ ഈ 2025 നടപ്പിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങളില്ലേ? 2025 എന്ന് പറയുന്ന വർഷത്തെ, പുതുവർഷത്തെ നിങ്ങൾ എങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ശ്രീജ എന്റെ ചോദ്യം. Okay, sir. And 2025, I want to sir, just a minute, sir. Just an ആലോചിക്കട്ടെ. Okay. ആലോചിച്ച്. No problem. Okay. ഗൗരി, ഉത്തരം പറയാനല്ല, അതാണ് ഉണ്ടായിരിക്കുന്നല്ലേ. അപ്പൊ ഏതായാലും ശ്രീജ ആലോചിക്കാണ്. ശ്രീജ ആലോചിക്കുന്ന സമയം വരെ ഗൗരിയോട് എന്തെങ്കിലും പറയാന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചത്. അപ്പൊ ഗൗരി എന്ന് വിചാരിച്ചു, ഇനി ദൈവമേ, ഇനി അടുത്തത് ഞാനായിരിക്കുമല്ലോ പറയേണ്ടി വരാ എന്ന് വിചാരിച്ചില്ലേ? യെസ്, നമ്മൾ ഒരു പക്ഷെ പലതും വിചാരിക്കും, വിചാരിക്കുന്നതായിരിക്കും യാഥാർത്ഥ്യം. അപ്പൊ അത് ചിന്തിക്കൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനും പറയും 5 മിനിറ്റ് ഇരിക്കുന്നത് സാറേ ഞാൻ പറയും എന്നും മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാമല്ലോ. ഓക്കെ, അപ്പൊ എവിടെ ഇതേപോലെ ഓരോ വർഷങ്ങളാകുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. 2024 ജനുവരി മാസം 1-ാം തീയതി എടുത്ത തീരുമാനത്തില് എത്ര എണ്ണം നടപ്പിലാക്കിയിട്ടുണ്ടാവും? മനസ്സിൽ എടുത്ത തീരുമാനത്തിന് ഒരു സ്വയം നമ്മളോട് തന്നെ ചോദിച്ചു കഴിയുമ്പോ അതൊക്കെ നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഒട്ടുമിക്ക കാര്യങ്ങൾ. വെരി ഗുഡ്. അപ്പൊ 2025 നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ചു വെക്കുക, ചിന്തിച്ചു വെക്കുക. അതിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നല്ല ഭംഗിയില് അവതരിപ്പിക്കുക. കേട്ടോ? ഓക്കെ സാർ. ഓക്കെ. നിങ്ങളുടെ പ്രതീക്ഷകള് APJ അബ്ദുൽ കലാം പറയുന്ന പോലെ നമ്മൾ സ്വപ്നം കാണുന്നു. സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. APJ അബ്ദുൽ കലാം പറഞ്ഞല്ല, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തു വന്ന് അത് എങ്ങനെ വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ പകലും നമ്മുടെ ഉറക്കമില്ല എപ്പോഴും ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം ഇല്ലാതാക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അതാണ് സ്വപ്നം. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് പറ്റും. യെസ്, ഓക്കെ. ജീവിതത്തിന്റെ ഉയർച്ചയിൽ ശ്രീജ സമയം വേണോ? ശ്രീജയ്ക്ക് ഞാൻ പറയാം. ഓക്കെ, വെരി ഗുഡ്. എന്നാ പറഞ്ഞു. Okay, sir. I want to be independent in next year. Yes. In last 4 years, I am a wife Yes. and I am a mother. Yes. So
In next year I want to get a job, Yes. like any hospital field. Good. Hmm. So That's you the next year onwards, you want to be financially independent. yes, sir. Yes. So I want to be financially independent in 2025. Okay, very good, very good. Yes. For that, you have to find out a job. അത് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. Yes. Yes, sir. Yes, sir. Okay. ഇനി അടുത്തത്. What is next? This is the main. This is your main target in 2025. Okay. Yes. Okay. And after that, അത് കിട്ടിയെന്ന് വിചാരിക്കും. കിട്ടിയതല്ല, കിട്ടും. Don't worry. Be happy. What Thank is you, sir. And I have a daughter, Yes. so I want to. I want to. I want to take any school Okay. to admission. Okay. I have to take her to any school to give her the better education. Okay. Yes, sir. Okay. Okay. Have you selected any school? No, sir. Okay. Okay. This is a time. I'm searching a school. Okay. Select any school and get your admission there for your daughter. Okay. But that is a second one. Then, about two things that is already happened. What is next? Next. Okay. ശ്രീജയ്ക്ക് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ചാൻസ് തരാം, ആലോചിച്ചോളൂ. പക്ഷെ ഞാൻ കാര്യത്തില് ഐ അപ്രീഷിയേറ്റ് യു. ആദ്യം പറഞ്ഞ കാര്യമില്ല, നെക്സ്റ്റ് ഇയർ ഐ വാണ്ട് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ വലിയ പൈസ എന്നല്ല, ട്രൈ ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ധൈര്യമില്ല, അത് ഭയങ്കര തന്നെയാണ്. അത് ബോൾഡാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. കുറച്ച് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന, അത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ധൈര്യവും ആ ബോൾഡും, അത് ദാറ്റ് ഇസ് വെരി ഗുഡ്. നിങ്ങളുടെ വേറെ ലെവലിലോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകള്. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകും. ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ വിമുഖത പ്രകടിപ്പിച്ച് നിൽക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് വേറെ പലരെയും ആശ്രയിക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഫിനാൻഷ്യലി സൗണ്ട് ആവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓരോരുത്തരും അവരുടെ മോഹങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, sir. Thank you.